ഒരു പുതിയ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, അപ്പോൾ അത്തരം കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത്. ചിലർക്ക് ഈ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രോഗ്രാം വരുന്നുണ്ട്, ഡിസ്പ്ലേ, സ്വിച്ചുകൾ, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ വിചാരം സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഏറ്റവും നല്ലത്, യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ് ആ കാര്യത്തിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് പെട്ടെന്ന് വാഷ് ചെയ്യാൻ പറ്റുന്നത്. പവർ ഓണാക്കി സ്റ്റാർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ നിങ്ങൾ ഒരു പ്രോഗ്രാമും ചെയ്യേണ്ട, വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, ടൈം സെറ്റ് ചെയ്യേണ്ട, അലക്കി ഉണക്കി നിങ്ങൾക്ക് ലഭിക്കും. ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്പനിക്കാർ തന്നെ വന്ന്, ഏത് ബ്രാൻഡാണോ ആ ഒരു കമ്പനിയുടെ ആൾ തന്നെ വന്ന് നിങ്ങൾക്ക് വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് അത് പറഞ്ഞു തരും. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യണമെന്നില്ല, പുറത്ത് ആരെയും വിളിച്ച് ചെയ്യിപ്പിക്കണമെന്നില്ല, അത് ഫ്രീ ആയിട്ട് അവർ അതിനെ വന്ന് ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങളൊരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കഴിയുമ്പോൾ ഇത്തരത്തിലൊരു തെർമോക്കോളിൻ്റെ ബേസിലായിരിക്കും വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയത് വാങ്ങിച്ചതാണ്, നിങ്ങൾ പൊട്ടിച്ച് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ കറണ്ടിൽ കണക്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബേസും ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഡ്രമ്മായിട്ട് അത് ലോക്ക് ചെയ്ത് വെച്ചേക്കായിരിക്കും. ആ ഡ്രമ്മ് കറങ്ങാതിരിക്കാനും അനങ്ങാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ഡ്രമ്മ് ഈ ഒരു ബേസായിട്ട് അത് ലോക്ക് ചെയ്ത് വെച്ചേക്കായിരിക്കും. ഈ രീതിയിൽ നിങ്ങളത് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രമ്മ് കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു ബേസിൽ വെച്ച് നിങ്ങൾ ഉപയോഗിക്കാനോ ചെക്ക് ചെയ്യാനോ പാടില്ല. വർക്ക് ചെയ്യേണ്ടോന്ന്, പുതിയത് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ അത് വർക്ക് ചെയ്യേണ്ടോന്ന് ചെക്ക് ചെയ്യാൻ പോലും ഈ ഒരു ബേസിൽ വെച്ചിട്ട്, തെർമോക്കോളിൻ്റെ ഈ ഒരു ബേസിൽ വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത്. നമ്മൾ ഈ ഒരു വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം കണക്ട് ചെയ്യണ ആ ഒരു ഇല്ലറ്റ് ഹോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോസ് നമുക്ക് പൈപ്പിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഫുൾ ടൈം നമുക്ക് അത് തുറന്നിടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ രാവിലെ വാഷ് ചെയ്തു, ഇനി നാളെ വാഷ് ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് തുറന്നിടുക. നിങ്ങൾക്ക് ഈ ഒരു വാഷിംഗ് മെഷീനിലേക്ക് ആ വാഷിംഗ് തുടങ്ങുന്ന ടൈമിൽ മാത്രമാണ് ഇത് ആ വെള്ളം എടുക്കുകയുള്ളൂ. പമ്പ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വെള്ളം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഓഫ് ചെയ്തിടണമെന്നൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫുൾ ടൈം അത് ഓൺ ആക്കിയിട്ടോ, ആവശ്യത്തിന് മാത്രമേ ഇതിലേക്ക് വെള്ളം എടുക്കുകയുള്ളൂ. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമുക്ക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന് സ്റ്റെബിലൈസർ വെക്കണമെന്നുള്ളത്. അപ്പം നിർബന്ധമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ഒന്നും ചെയ്യണില്ലല്ലോ. ഇപ്പോൾ ഒരു LED TV പോലെ അല്ലെങ്കിൽ ഫ്രിഡ്ജ് പോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമില്ല. പിന്നെ നല്ല ഫ്ലക്ച്വേഷനുള്ള ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെച്ചാൽ ഒരു അഡീഷണൽ പ്രൊട്ടക്ഷനാണ്, അത്രേ ഉള്ളൂ. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന് പലരും സ്റ്റാൻഡ് വെക്കണതായിട്ട് കണ്ടിട്ടുണ്ട്. ഫൈബറിൻ്റെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഒക്കെ സ്റ്റാൻഡിൽ ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വെക്കണത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ജെർക്കിങ് ആയിരിക്കും, കിടന്ന് കുലുക്കം കൂടുതലായിരിക്കും വരുന്നത്. ഇപ്പം അങ്ങനെ സ്റ്റാൻഡ് വെക്കണം, അല്ലെങ്കിൽ ഫ്ലോറിൽ ഈർപ്പം കൂടുതലാണ്, കുറച്ചുകൂടി ഹൈറ്റ് ആയിട്ടൊക്കെ വെക്കണം എന്നുള്ളവർ ഒന്നില്ലെങ്കിൽ നിങ്ങൾ കട്ടയൊക്കെ വെച്ച് പൊക്കിയിട്ട് സിമെൻറ്റ് ഇട്ട് ലെവൽ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ സ്റ്റാൻഡിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുലുക്കുമായിരിക്കും, അതിൻ്റെ ബെയറിംഗ് ഒക്കെ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പരമാവധി ഒഴിവാക്കാൻ നോക്കുക. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്ഥലം നിരപ്പായ സ്ഥലത്ത് വെച്ച് നിങ്ങൾ ഉപയോഗിക്കുക. കയറി ഇറങ്ങിയിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന സ്ഥലത്തൊന്നും വെച്ച് ഉപയോഗിക്കരുത്. ഫ്ലാറ്റ് ആയിട്ടുള്ള നിരന്ന ഒരു സ്ഥലത്ത് വെച്ച് വേണം നിങ്ങൾ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാനായിട്ട്. ഇനി ആ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു ചെരിവ്, അങ്ങനെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലെഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലെഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഫ്ലോർ ലെവൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നല്ല മിനുസമുള്ള തറയിലേക്ക് വെച്ച് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര കുലുക്കുമായിരിക്കും, ജെർക്കിങ് കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റബ്ബറിൻ്റെ എന്തെങ്കിലും ഷീറ്റോ അല്ലെങ്കിൽ ചവിട്ടിയോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മേളിലിട്ട് നിങ്ങൾ ഉപയോഗിച്ചോ ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഈ വാഷിംഗ് മെഷീൻ വെക്കണ സമയത്ത്, ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നമ്മൾ വെക്കണ സമയത്ത് ഒത്തിരി ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ നനവടിക്കണ, ഡയറക്റ്റ് അടിക്കുന്ന ഏരിയ എന്നൊക്കെ മാറ്റി വെക്കുക. പ്രത്യേകിച്ച് ഈ ബാത്റൂമിലൊക്കെ വെച്ച് ഉപയോഗിക്കുന്നവർ ഡയറക്റ്റ് അതിലേക്ക് വെള്ളം തെറിക്കാത്ത രീതിയിലൊക്കെ ഉപയോഗിക്കണം നല്ലതായിരിക്കും. ഡയറക്റ്റ് വീഴാത്ത രീതി പരമാവധി ബാത്റൂമിലൊക്കെ വെക്കാണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാത്തതായിരിക്കണം, അല്ലെങ്കിൽ അത് മാറ്റി വെച്ച് ഉപയോഗിക്കണമാണ് ഏറ്റവും നല്ലത്. അതുപോലെ ചാറ്റൽ മഴ കൊള്ളണ ഏരിയകളിൽ, ഡയറക്റ്റ് നല്ല വെയിൽ കൊള്ളണ ഏരിയകളിൽ, ഇപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ ഇത്തരത്തിലൊരു റാറ്റ് കാർഡ് അതിൻ്റെ കൂടെ ലഭിക്കും. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ അടിയിലായിട്ട് എലികളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടി കവറിങ് ആയിട്ട് വെക്കാനുള്ള ഒരു സംഭവം വരുന്നതാണ്. നിർബന്ധമായിട്ട് ഇത് വെച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എലിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ വയർ കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ടിച്ചിടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും വെക്കാൻ നോക്കുക.
നിങ്ങൾ വാഷിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഡ്രം വരുന്നത് ആ ഒരു സ്റ്റീൽ ഡ്രം വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മോഡലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൻ്റെയൊക്കെ സ്റ്റീൽ ഡ്രം ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റീൽ ഡ്രമ്മിൻ്റെ വാങ്ങിക്കാൻ നോക്കുക. തീരെ ചീപ്പ് റേറ്റ് ആയിട്ടല്ല, ഏറ്റവും കുറഞ്ഞ പ്രൈസിൻ്റെയൊക്കെ വരുമ്പോൾ അത് ഫൈബർ ഡ്രം ആയിരിക്കും വരുന്നത്. അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്, കിടന്ന് അടിച്ച് കഴിയുമ്പോഴൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീലായിരിക്കും കുറച്ചുകൂടി നമുക്ക് നല്ലത്. നിങ്ങളൊരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ പുതിയത് വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ലിൻഡ് ഫിൽറ്റർ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു ഫിൽറ്റർ, നമുക്ക് തുണിയുടെയൊക്കെ നൂല് കാര്യങ്ങളൊക്കെ പോണതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ, പേപ്പറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരിക്കും. ഈ ഒരു ലിൻഡ് ഫിൽറ്ററിൻ്റെ ഉള്ളിലായിരിക്കും, അതിലാണ് സ്റ്റോർ ആവണത്. ഈ ഒരു ഫിൽറ്റർ പരമാവധി ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ മെറ്റലിൻ്റെയൊക്കെ സ്റ്റീലിൻ്റെയൊക്കെ വരുന്നുണ്ട്. അത് സെലക്ട് ചെയ്യാൻ നോക്കുക. തുണിയുടെ സെലക്ട് ചെയ്യാതിരിക്കാൻ നോക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണിയാകുമ്പോൾ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറുന്ന് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളതൊക്കെ ആയിരിക്കും കുറച്ചും കൂടി ഈട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലൊക്കെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ യൂസ് ചെയ്യണ വാഷിംഗ് മെഷീൻ്റെ വെള്ളം പുറത്തോട്ട് പോകണ ഹോസ് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ബാക്കിൽ വരുന്ന ഈ ഒരു ഡ്രൈ നോസ്, ഈ ഒരു ഡ്രൈ നോസ് പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഹോസ് പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ മോട്ടറിനൊക്കെ കണക്ട് ചെയ്യണ ആ വലിയ പച്ച ഹോസ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പൈപ്പ് വേണമെങ്കിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു പൈപ്പ് തന്നെ കണക്ട് ചെയ്യണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കിട്ടണ വരെ നിങ്ങൾക്ക് ആ ഒരു പൈപ്പാണെങ്കിലും യൂസ് ചെയ്യുക. ടോപ്പ് ലോഡിൽ ഇടാനായിട്ട് സോപ്പ് പൊടി നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കാരം കുറഞ്ഞ സോപ്പ് പൊടി നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലോക്കലൊക്കെ കിട്ടുന്ന ആ ഒരു സോപ്പ് പൊടിയൊക്കെ ഇതിലോട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഏറ്റവും ചീപ്പ് റേറ്റ് ആയിട്ടുള്ളത് വന്നതൊക്കെ നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രമ്മ് കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ ഐറ്റം ഒക്കെ, അല്ലാന്നുണ്ടെങ്കിൽ കാരം കുറഞ്ഞത്, ഇപ്പോൾ കമ്പനി തന്നെ വേണമെന്നില്ല, നല്ല അത്യാവശ്യം നല്ല കാരം കുറഞ്ഞത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അത്തരം നല്ലൊരു സോപ്പ് പൊടി, ആ രീതിയിലുള്ള സോപ്പ് പൊടി നിങ്ങളിതിൽ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഡ്രമ്മൊക്കെ കംപ്ലൈൻറ്റ് ആവാണ്ട് ഒത്തിരി നാളെ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. പലരും പറഞ്ഞേക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, സോപ്പ് പൊടി യൂസ് ചെയ്തിട്ട് ഇപ്പോൾ പുതപ്പൊക്കെ വാഷ് ചെയ്യുന്ന ടൈമിൽ അതിൽ നമുക്ക് ഭയങ്കരമായിട്ട് സോപ്പ് പൊടിയുടെ ആ ഒരു സ്മെല്ല് വരുന്നു, അല്ലെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നു, അത് പോണില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ പരാതികൾ കേൾക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് യൂസ് ചെയ്തോ, ഈ പറഞ്ഞ യാതൊരുവിധ പരാതികളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് വാഷ് ചെയ്യാൻ സാധിക്കും. ഈ കളർ പോണ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീനിൽ ഒരു പ്രോഗ്രാംസിൻ്റെ ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കാണാൻ സാധിക്കും. ഒരുവിധം എല്ലാ വാഷിംഗ് മെഷീനിലും, ഒരുവിധം എന്നല്ല എല്ലാ വാഷിംഗ് മെഷീനിലും അത് ഉണ്ടാവും. ഈ ഒരു മോഡലിലാണ് ഇത് ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൽ ഇട്ടിട്ട് വാഷ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ഡ്രസ്സാണ്, ഇപ്പോൾ ഈ കളർ പോണ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് വാഷ് ചെയ്യുക, എല്ലാത്തിൻ്റെ കൂടി ഇട്ടിട്ട് വാഷ് ചെയ്യാൻ പാടില്ല. അതുപോലെ പരമാവധി സമയം കുറച്ച് വെച്ച് ഉപയോഗിക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വാഷ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അധികം പവറിലൊന്നും വാഷ് ചെയ്യൂല, എന്ന് വെച്ചാൽ ഹെവി ആ ഒരു ഭയങ്കര ഫുൾ പവറിലൊന്നും വാഷ് ചെയ്യൂല, വളരെ സ്ലോ ആയിട്ട് ഏറ്റവും കുറഞ്ഞ പവറിലേ വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഡ്രസ്സിന് വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല, നമുക്ക് വാഷ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇടുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ഡ്രമ്മിലേക്ക് ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങൾ ഒരു സൈഡ് കൂന കുത്തിയിടരുത്. എന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലേക്ക് മാത്രം, അല്ലെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് മാത്രം അങ്ങനെ ഡ്രസ്സ് ഇടരുത്. ലെവൽ ചെയ്തിട്ട് കൊടുക്കുക, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് കൊടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അപ്പോൾ മെഷീൻ്റെ ലൈഫ് കൂടും, ആ മോട്ടറൊക്കെ കുറച്ചുകൂടി കൂടുതൽ നാൾ വർക്ക് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു സൈഡ് മാത്രമായിട്ട് കൂന കൂട്ടി ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വെയിറ്റുള്ള ഡ്രസ്സൊക്കെ വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. ഒന്ന് ഇതാവുമ്പോൾ കറങ്ങുമ്പോൾ ലെവലാവും, എന്നിരുന്നാൽ പോലും നമ്മൾ തുടക്കത്തിൽ ഇതിനെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മ് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡ്രമ്മ് ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു ഉൾഭാഗം ക്ലീൻ ആക്കണ ആ ഒരു സംഭവമാണ് പറയണമെന്ന്. അപ്പോൾ അതല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഡ്രമ്മിൻ്റെയൊക്കെ പുറം ഭാഗം, ഇതിൻ്റെ അപ്പുറത്ത് ചെളിയിരിപ്പുണ്ടാവും, ഈ ഹോൾസിൻ്റെയൊക്കെ ബാക്കിലായിട്ടൊക്കെ അഴുക്കിരിപ്പുണ്ടാവും. ആ അഴുക്ക് കളയണേനാണ് ഈ പറയണത് ഡ്രം ക്ലീൻ ചെയ്യാന്ന് പറയണത്. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ വാഷിംഗ് മെഷീനിൽ പ്രോഗ്രാം ലിസ്റ്റിൽ ഇപ്പോൾ ഈ ഒരു മോഡലാണെന്നുണ്ടെങ്കിൽ ടബ് ഹൈജീൻ, ഇപ്പോൾ നിങ്ങളുടെ മോഡൽ ചിലപ്പോൾ ടബ് ക്ലീനിങ്, അപ്പോൾ ഓരോ കമ്പനിയുടെ അത് ബേസ് ചെയ്തിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രമ്മൊക്കെ ക്ലീൻ ആയി കിട്ടും. കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൽ വാഷ് ചെയ്യാൻ പറ്റും. മാസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടത് ചെയ്യണത് നല്ലതാണ്. നിങ്ങൾ വാഷിംഗ് മെഷീൻ കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കണില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും മാറി നിൽക്കണമെന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ടബ് ക്ലീൻ ചെയ്തിടുക. ഞാൻ പറഞ്ഞ ഔട്ട് ആ പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ട് വാഷിംഗ് മെഷീൻ്റെ ആ ഒരു ഡ്രമ്മ് ക്ലീൻ ചെയ്തിടുക. രണ്ടാമതായിട്ട് പ്ലഗ് ഊരിയിടുക, എന്ന് വെച്ചാൽ കുത്തിയിട്ടാണ് ആ പ്ലഗ് ഇങ്ങോട്ട് ഊരിയിടുക. ലിൻഡ് ഫിൽറ്റർ, അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ആ വേസ്റ്റൊക്കെ ഡ്രസ്സിൻ്റെ ഇതൊക്കെ കളക്ട് ചെയ്യണം, ആ ഒരു ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തിടുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെള്ളം കണക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, എന്ന് വെച്ചാൽ ഇല്ലറ്റോസ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഫുൾ ടൈം നിങ്ങൾ വെള്ളം കണക്ട് ചെയ്തിട്ടോ ആവശ്യത്തിന് മാത്രമേ വെള്ളം എടുക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ആ ഒരു ഓസ് നിങ്ങൾ ഓഫ് ചെയ്തിടുക, എന്ന് വെച്ചാൽ ഊരിയിടണം എന്നല്ല, അത് ഓഫ് ചെയ്തിടുക.
പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പുറത്തോട്ട് പോകുന്ന ആ ഹോസ് നിങ്ങൾ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഊരിയിട്ട് അത് ഒന്ന് ഹൈറ്റിൽ വെക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ അത് മൂടിയിടാം, വാഷിംഗ് മെഷീൻ ഒന്ന് കവർ ചെയ്തിടാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ വരുമ്പോഴത്തേക്കും അതേപോലെ തന്നെ ഇരുന്നോളും, സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ആ വെള്ളം കണക്ട് ചെയ്യണ ഈ ഒരു ഹോസ് ഉണ്ടല്ലോ, ഈ ഒരു മോഡലിൻ്റെ ഒക്കെ ആണെങ്കിൽ അത് മുകളിലായിട്ടാണ് വന്നത്. നിങ്ങൾ യൂസ് ചെയ്യണതിൻ്റെ മിക്കതിൻ്റെ വരുന്നത് ഇതിൻ്റെ ബാക്കിലായിട്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ ബാക്കിലായിരിക്കും അതിൻ്റെ ആ വെള്ളം ഈ ഒരു ഇല്ലറ്റ് ഹോസ് കണക്ട് ചെയ്യണത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോസ് നിങ്ങൾ ചുമരിലോട്ട്, ഈ ഒരു വാഷിംഗ് മെഷീൻ ചുമരിനോട് നല്ലോണം മുട്ടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഈ പൈപ്പ് അവിടെ ഇങ്ങനെ ഡെൻഡ് ആവും, ഇങ്ങനെ ഇതാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പൊട്ടിയിട്ട് വെള്ളം ലീക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഈ വാഷ് ചെയ്യുന്ന ടൈപ്പ് നന്നായിട്ട് ചേർത്തിടുകയാണെന്നുണ്ടെങ്കിൽ ആ വാഷ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ആ റിൻസ് ചെയ്യുമ്പോൾ ഉണക്കുമ്പോഴൊക്കെ ഈ ഒരു മെഷീന് ചെറിയൊരു ജെർക്കിങ് ഉണ്ടാവും. ആ ഒരു ചെറിയ ജെർക്കിങ് വരുമ്പോൾ ഇത് ചുമരായിട്ട് ഇങ്ങനെ കിടന്ന് മുട്ടി അവസാനം ഇത് ചെറിയ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാഷിംഗ് മെഷീൻ നന്നായിട്ട് പറ്റിച്ച് ചേർത്തിടാണ്ട് കുറച്ചകത്തിയിട്ടിട്ട് വാഷ് ചെയ്യുക. നിങ്ങളുടെ വാഷിംഗ് മെഷീൻ വാഷിങ്ങിനായിട്ട് ഒത്തിരി സമയം കൊടുക്കണ്ട. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടതാണ് അപ്പുറത്തെ വീട്ടിൽ പെട്ടെന്ന് വാഷിങ് കഴിയണം, എൻ്റെ വാഷിംഗ് മെഷീൻ ഒത്തിരി സമയം കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെ പരാതിയുള്ളവരുടെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആ ടാങ്കും ഈ ഒരു വാഷിംഗ് മെഷീനും തമ്മിലുള്ള ആ ഒരു അകലം എന്ന് വെച്ചാൽ വാട്ടർ പ്രഷർ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു വാട്ടറിൻ്റെ പ്രഷർ കുറവായിട്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് പറയണതാണ്, നമ്മുടെ ഒരു വാഷിംഗ് മെഷീൻ്റെ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒരു ഫുൾ വാഷ് ടൈം അലക്കി റിൻസ് ചെയ്ത് ഉണക്കി വന്ന ആ ഒരു ടൈം 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെയാണ് ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഫുൾ വാഷിൻ്റെ ഒരു ടൈം വരുന്നത്. അത് ക്വിക്ക് വാഷ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് അതിൻ്റെ ഒരു വാഷ് ടൈം വരുന്നത്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞെന്ന് മാത്രം. ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ആ വെള്ളം പുറത്തോട്ട് പോണ വേസ്റ്റ് വെള്ളം പുറത്തോട്ട് പോണ ആ ഒരു ഹോസ്, ഈ ഒരു ഹോസ് നമുക്ക് ഈ ഒരു ലെവലിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തരത്തിൽ സ്ലോപ്പായിട്ട് കിടന്നാൽ മാത്രമാണ് വെള്ളം പുറത്തോട്ട് പോവുള്ളൂ. ഈ വാഷിംഗ് മെഷീനിലേക്കാളും ഈ രീതിയിൽ ഇങ്ങനെ പൊന്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേസ്റ്റ് വെള്ളം പുറത്തോട്ട് പോകില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പമ്പ് ചെയ്തിട്ടൊന്നുമല്ല ഈ വെള്ളം പുറത്തോട്ട് പോണത്. ഈ രീതിയിൽ സ്ലോപ്പായിട്ട് കിടന്നാൽ മാത്രമാണ് വെള്ളം പുറത്തോട്ട് പോവുള്ളൂ. നിങ്ങളുടെ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ ക്ലീൻ ആക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നത് അതിൻ്റെ ഡ്രമ്മ്. ആ ഡ്രമ്മ് നിങ്ങൾ ക്ലീൻ ആക്കി വെക്കണം. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ക്ലീൻ ആക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. രണ്ടാമതായിട്ട് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ വരുന്ന ലിൻഡ് ഫിൽറ്റർ, ഈ ഒരു ഫിൽറ്റർ വരുന്നുണ്ടല്ലോ, ഈ ഫിൽറ്ററും സെയിം തന്നെ നമുക്ക് ഈ രീതിയിൽ ഊരിയെടുത്ത് ഇത് വാഷ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് വാഷ് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിൽ ഒരു തരികൾ ഇരിക്കുന്ന കൂട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വാഷ് ചെയ്തിടുക. ഇതില്ലാണ്ട് വാഷ് ചെയ്താലും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഫ്രഷ്നെസ്സോ അല്ലെങ്കിൽ ആ ഡ്രസ്സിൽ എന്തെങ്കിലും പിടിച്ചിരിക്കുന്ന കൂട്ടൊക്കെ എന്തോ കുത്തിക്കൊള്ളുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ആക്കുക. മൂന്നാമതായിട്ട് ഈ ഒരു ഫിൽറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെള്ളം കണക്ട് ചെയ്യണത് പൈപ്പിൽ നിന്ന് ഈ ഒരു വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം കണക്ട് ചെയ്യണ ഈ ഒരു ഫിൽറ്റർ, ഈ ഒരു നോബ് ഇത് നമുക്ക് നേരെ ഊരിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഇത്തരം ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതും ക്ലീൻ ആക്കിയിടുക. ഇല്ലാന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിലേക്ക് ആ വെള്ളം വരണ സ്പീഡ് കുറവായിരിക്കും. ഇത് കയറി അങ്ങനെ കരട് കയറി അടഞ്ഞിരിക്കണോണ്ടാണ്. ഇത് വെക്കണതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്നുള്ള കരടുകളൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫിൽറ്റർ വെക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊരു ചെറിയ ബ്രഷൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ആക്കി വെക്കുക. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ അടിയിൽ ബോട്ടം വരുന്നുണ്ടല്ലോ, ഈ ഒരു ഭാഗം നമുക്ക് ഊരിയിട്ട് ക്ലീൻ ആക്കാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ ചെളിയിരിക്കും കുറേ നാൾ കഴിയുമ്പോൾ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷമൊക്കെ എത്തി നിങ്ങളത് ക്ലീൻ ആക്കി ഇടണമെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ പലരും പറയാനായിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ ഭയങ്കര സ്മെല്ല് വരുന്നു, ഭയങ്കര ബാഡായിട്ടുള്ള സ്മെല്ല് വരുന്നു. അതേപോലെ വൈറ്റ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുമ്പോൾ എന്തോ അഴുക്ക് പിടിക്കുന്നുണ്ട്, പാടുകൾ വരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം ചിലപ്പോൾ ഇതായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു സംശയമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്ററിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് ആ ബോട്ടം ഊരി ഒന്ന് വാഷ് ചെയ്തിടുകയാണെങ്കിൽ പക്ക ക്ലീനായിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും.